ഞാൻ ഒരു കഥ കൂടി പറഞ്ഞോട്ടെ. കാരണം എന്നെ സിനിമയിലേക്ക് കയറാനുള്ളൊരു കാരണം അൻവർ റഷീദാണ്. കാരണം എന്നെ ബോഡി ഡബിളായിട്ട് മമ്മൂക്കയുടെ അണ്ണൻ തമ്പിയിൽ എന്നെ വിളിച്ചു. അപ്പോൾ അൻവർ പറഞ്ഞു, ഞാനൊന്നുമല്ല കേട്ടോ, മമ്മൂക്ക പറഞ്ഞിട്ടാണ് തന്നെ വിളിച്ചത്, അല്ലാണ്ട് തൻ്റെ ശരീരം ഉപയോഗിക്കാൻ വേണ്ടി മാത്രമല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് സന്തോഷമുള്ളൂ, മമ്മൂക്കയുടെ അത്ര ക്ലോസ് ആവല്ല. അണ്ണൻ മമ്മൂക്ക പോകുമ്പോൾ ഞാൻ തമ്പിയാവും, തമ്പി മമ്മൂക്ക പോകുമ്പോൾ ഞാൻ അണ്ണനാവും. അങ്ങനെ ഫ്രണ്ടിൽ മമ്മൂക്ക നിൽക്കുന്ന ഒരു ഷോട്ടിൽ അന്ന് അസോസിയേറ്റാണ് സലാം ബുക്കാരി അവിടെ നിന്ന് ചിരിക്കുന്നത്. എന്തായാലും നല്ലൊരു കഥ ഇവർക്ക് കിട്ടുമല്ലോ. അപ്പോൾ സുരാജിൻ്റെ മോനാണ് കൊച്ചായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചീപ്പ് കൊടുത്ത് കരയാണ്ടിരിക്കാൻ, അത് ടേക്കാണെന്ന് പറഞ്ഞപ്പോൾ ബുക്കാരി അത് തിരിച്ചു മേടിച്ചു. മമ്മൂക്ക ഇംഗ്ലീഷും മലയാളത്തിലും നല്ല ചീത്ത പറയാം. അപ്പം ഞാനും അതേപോലത്തെ ഡ്രസ്സ് ഇട്ടിട്ട് ബാക്കിലേക്ക് പോയി, വേറെ ചീത്ത പറയാണ്. പുള്ളി അവിടെ നിന്ന് ചീത്തയും കേട്ട് ഓടി ബാക്കിൽ വന്ന് നോക്കുമ്പോൾ എൻ്റെ ഇവിടെയാണ് കാണുന്നത്. കാരണം മമ്മൂക്ക ചീത്ത പറഞ്ഞിട്ട് 1 കിലോമീറ്റർ ഓടി എത്തിയപ്പോൾ അവിടെ വേറെ അതേപോലത്തെ ഒരു ഡ്രസ്സ് ഇട്ട് ഇതിന് എന്ന് പറഞ്ഞിട്ട് അന്ന് കിളി പോയതാണ്. അതാണ് കുറച്ച് വൈകിയത് സിനിമ എടുക്കാൻ. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയിൽ ഞാനുണ്ടായിരുന്നു. ദുൽഖറിനോടൊപ്പമുള്ള ക്യാരക്ടറാണ്. പക്ഷെ ആദ്യ സിനിമ മുടങ്ങുന്നത് നല്ലതാണ്. അൻവറായിരുന്നു എൻ്റെ പ്രൊഡ്യൂസർ. പക്ഷെ അത് നടന്നില്ല. ഇത് ഫസ്റ്റ് ഫിലിമായി. ഇനി നമുക്കത് സെക്കൻഡ് ഫിലിം ആക്കാം അല്ലേ? അത് സെക്കൻഡ് ഫിലിമായിട്ട് വരട്ടെ. കാരണം ഒരുപാട് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ ആ സിനിമയിൽ, ഈ സിനിമയിൽ ഞാനില്ല, പക്ഷെ ആ സിനിമ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് നടക്കും. ഒന്നുകൂടി സാർ, താങ്ക് യു. നന്നായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് കേട്ടോ. കുറേ നേരം നല്ല സ്റ്റാമിന ഉണ്ട്, നല്ല വോയിസ്, വോക്കൽ പവർ ഉണ്ട്. ഓക്കെ, അല്ല ഞാൻ പറഞ്ഞ ഭയങ്കര രസമായിട്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച് ചേട്ടാ. ഞങ്ങളെല്ലാവരും ഒരുപാട്